ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്ന സിനിമ ഏതാണെന്ന് അറിയാമോ? തുമ്പാട് എന്ന സിനിമ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ഒരു കിണറ്റിൽ ഒളിഞ്ഞിരിക്കുന്ന സ്വർണവും അത് എടുക്കാൻ പോകുന്ന ആളുകൾക്ക് കിട്ടുന്ന ശാപവും ഒക്കെ ആയിരുന്നല്ലോ ആ തുമ്പാട് സിനിമയിൽ പറഞ്ഞിരിക്കുന്നത്. അതിലും സമാനമായിട്ടുള്ള ഒരു സിനിമയാണിന്ന്. അപ്പോൾ ഇതിലും ഒരു നിധിയൊക്കെ ഉണ്ട്. അപ്പോൾ അത് അന്വേഷിച്ച് പോകുന്ന ആളുകൾക്ക് വരുന്ന ശാപവും ആ നാടിനുണ്ടാവുന്ന ശാപവും ഒക്കെയാണ് ഇതിൽ പറയുന്നത്. നമ്മുടെ നായകൻ്റെ ഇളയ സഹോദരൻ ഈ അത്യാഗ്രഹത്തിൽ ചെല്ലുകയാണ്. അങ്ങനെ അറിയാതെ ആ രഹസ്യ സ്വർണം അവൻ എടുക്കുകയാണ്. അത് അവൻ്റെയും ആ മുഴുവൻ ഗ്രാമത്തിൻ്റെ മേൽ ഒരു ശാപം കൊണ്ടുവരിക. അപ്പോൾ ശരിക്കും ആ ശപിക്കപ്പെട്ട നിധിയുടെ പിന്നിലെ കഥ എന്താണ്? അപ്പം നേരെ നമുക്ക് ഈ വീഡിയോയിലേക്ക് തന്നെ പോകാം. അതിന് മുന്നായിട്ട് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അർദ്ധരാത്രിയിൽ പെയ്യുന്ന ഒരു മഴയാണ്. കൊടുങ്കാറ്റുള്ള മഴയ്ക്കിടയിൽ ഹസ്മുഖ് എന്ന ഒരു പുരുഷനും ഭാര്യയും വീട്ടിലേക്ക് എത്തുകയാണ്. അത് ലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വീടായിരുന്നു. വാതിൽ തുറന്ന് ലാല് ചോദിക്കുകയാണ്, ഓ ഹസ്മുഖ്, ഇവിടെ ഈ സമയത്ത് എന്തിനാണ് വന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഇത്രയും മഴയൊക്കെ പെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഹസ്മുഖ് പറയുകയാണ്, വരാനിരിക്കുന്ന ഏകാദശിയിൽ ഞങ്ങളുടെ വീടിൻ്റെ ഗൃഹപ്രവേശ ചടങ്ങാണ്. നിങ്ങളും കുടുംബവും തീർച്ചയായിട്ടും പങ്കെടുക്കണം. എന്നിരുന്നാലും അദ്ദേഹം ഒരു നിർണായക കാര്യം കൂടെ പറയുകയാണ്. നിങ്ങളുടെ ഇളയമകൾ അക്ഷതയെ തീർച്ചയായിട്ടും നിങ്ങൾ കൊണ്ടുവരണം. ആദ്യം ഞങ്ങളുടെ വീട്ടിലേക്ക് കാലെടുത്ത് വെക്കേണ്ടത് അവളാണെന്ന് പറയുന്നു. ലാലിൻ്റെ രണ്ടാമത്തെ മകളാണ് അക്ഷത. ലക്ഷ്മി ദേവിയുടെ അവതാരമാണെന്നാണ് ആ ഗ്രാമത്തിലുള്ളവരൊക്കെ വിശ്വസിച്ചിരിക്കുന്നത്. അവളുടെ സാന്നിധ്യം ഒരു വീടിന് ഭാഗ്യവും സമൃദ്ധിയും ഒക്കെ കൊണ്ടുവരുമെന്ന് അവിടുത്തെ ആളുകൾക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഹസ്മുഖ് മറ്റൊരു കാര്യം കൂടെ പറയുകയാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, അവളുടെ മൂത്ത സഹോദരി തക്ഷതയെ നിങ്ങൾ കൊണ്ടുവരരുത് എന്ന് പറയുന്നുണ്ട്. ശരി, ഗ്രാമവാസികൾ മൂത്ത സഹോദരി തക്ഷതയെ ഭയപ്പെട്ടിരുന്നു. എന്താണ് കാരണമെന്ന് വെച്ചാൽ, ശുഭകരമായ അവസരത്തിൽ അവളെ ഒരിക്കലും കാണരുതെന്ന് അവർ വിശ്വസിച്ചിരിക്കുകയാണ്. അവൾ അതിൽ കണ്ണുവച്ചാൽ ഏതൊരു ശുഭകരമായ സംഭവവും പൂർണ്ണമായും നശിപ്പിക്കുമെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് സഹോദരിയെ മാത്രം ക്ഷണിച്ചത്. അടുത്ത ദിവസത്തേക്ക് കടക്കുകയാണ്. ഗൃഹപ്രവേശ ചടങ്ങ് ഉത്സവ ആഘോഷങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു. മന്ത്രം ചൊല്ലലും ഹോമവും വിരുന്നലും സംഗീതവും നൃത്തവും എന്നിവയൊക്കെ ആയിട്ട് ആകെ സന്തോഷമായിട്ടിരിക്കുകയാണ്. വീട്ടിൽ ലക്ഷ്മിയുടെ വരവ് ആഘോഷിക്കുകയാണ്. ഗാനങ്ങൾക്കിടയിൽ ചടങ്ങ് ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വശത്ത് ആഘോഷം തുടങ്ങുമ്പോൾ മറുവശത്ത് ഒരു ഇരുണ്ട മുറിയിൽ ദക്ഷത ഒറ്റയ്ക്കിരിക്കുകയാണ്. എല്ലാത്തിനും ഉപരി ആരും അവളെ ക്ഷണിച്ചിട്ടില്ല, ആരും അവളെ ശ്രദ്ധിക്കുന്നുമില്ല. അവൾ സ്വയം ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നുണ്ട്. ആഘോഷങ്ങൾ അതിൻ്റെ ഉച്ചസ്ഥായിയിൽ എത്തിയിരിക്കുകയാണ്. പെട്ടെന്ന് ഒരു സ്ത്രീ ഓടി വന്ന്, അയ്യോ എല്ലാവരും മാറി നിൽക്ക്, അവൾ എത്തിയിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. എല്ലാവരും തിരിഞ്ഞു നോക്കി. അടുത്ത നിമിഷം വീട്ടിലെ എല്ലാ വിളക്കുകളും മിന്നിമറയുകയും ഒരേ സമയം അണയുകയും ചെയ്യുകയാണ്. ഇരുട്ടിലൂടെ ദക്ഷത പതുക്കെ അകത്തേക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അവളെ കണ്ടപ്പോൾ എല്ലാവരും നിശ്ശബ്ദരായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അവർ എല്ലാവരും പരിഭ്രാന്തി. അവൾ എന്തിനാണ് ഇവിടെ വന്നത്? അവളുടെ സാന്നിധ്യം ശുഭകരമായ സംഭവം നശിപ്പിക്കുമെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അവളെ ഇവിടെ നിന്ന് പുറത്താക്കണമെന്ന് ആളുകൾ പറയുകയാണ്. ഇത് കേട്ടപ്പോൾ അവളുടെ അമ്മയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. അവളുടെ അമ്മ ഓടിപ്പോയിട്ട് അവളെ വഴക്ക് പറയുന്നുണ്ട്. എത്ര തവണ ഞാൻ നിന്നോട് പറഞ്ഞു ഇവിടെ വരരുതെന്ന്, നീ എന്തിനാണ് വന്നത്? അങ്ങനെ അവളെ വഴക്ക് പറഞ്ഞുകൊണ്ട് തന്നെ അവളെ അടിക്കാനും തുടങ്ങും. കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ നിന്നോട് എന്ത് ശാപം ചെയ്തുവെന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ അങ്ങനെ അടിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ ദക്ഷതയുടെ കണ്ണുകളാകെ നിറഞ്ഞൊഴുകയാണ്. ഇതിനിടയിൽ ആ ഗൃഹനാഥനല്ലേ ലാലിനോട് ദേഷ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അയാൾ അവിടെ ഉണ്ടായിരുന്ന ആളുകളോടെല്ലാം കൈകൂപ്പി ക്ഷമയെ അപേക്ഷിക്കുകയാണ്. എന്നിരുന്നാലും അടുത്ത നിമിഷം ദക്ഷതയ്ക്ക് സഹിക്കാനാവാത്ത വേദന അനുഭവപ്പെടുകയാണ്. അവൾ മരിക്കുകയാണെന്ന് അവൾക്ക് തോന്നി. അങ്ങനെ അവൾ ഉറക്കെ നിലവിളിച്ച് അവിടെ വെച്ച് കരയുകയാണ്. ആ ഒരു കരച്ചിലിൻ്റെ സൗണ്ട് വളരെയധികം വ്യത്യസ്തമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ആ ശബ്ദം കേൾക്കുന്ന നിമിഷം ചുറ്റും നിൽക്കുന്ന ചില ആളുകൾക്ക് ശാരീരിക അസ്വസ്ഥതയൊക്കെ ഉണ്ടാവുകയാണ്. ചിലർക്ക് ഓക്കാനൊക്കെ വരുന്നുണ്ട്. അങ്ങനെ എല്ലാവരുടെ ഇടയിലും പരിഭ്രാന്തി പടരുകയാണ്. എന്നിട്ടും ദക്ഷത കടുത്ത വേദനയോടുകൂടി നിലവിളിക്കുന്നുണ്ട്. തുടർന്ന് ഈ രംഗം പെട്ടെന്ന് അപ്രത്യക്ഷമാകുമാണ്. അടുത്ത രംഗത്തിൽ ദക്ഷത വീണ്ടും കാണപ്പെടുന്നുണ്ട്. ഇത്തവണ അവൾ കഴുത്തിലൊരു കുരുക്കുമായിട്ട് മരിച്ചു കിടക്കുന്നതാണ് കാണിക്കുന്നത്, ഒരു ആൽമരത്തിൽ. ഇത് കാണുമ്പോൾ ഇതൊരു ആത്മഹത്യയാണോ അതോ കൊലപാതകമാണോ എന്ന് സ്വാഭാവികമായിട്ടും ഒരു സംശയം തോന്നാം. എന്നിരുന്നാലും അതെന്താണെന്ന് നമ്മളെ കാണിക്കുന്നില്ല. ശേഷം നമ്മളെ കാണിക്കുന്നത് ഇപ്പോൾ നമ്മളെ പുരാണ തരത്തിലുള്ള ഒരു പശ്ചാത്തലത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. കലിയുഗത്തിൻ്റെ ഭരണാധികാരിയായ കലിയെയാണ് കാണിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ മനുഷ്യ മനസ്സുകൾക്ക് അത്യാഗ്രഹം, കാമം, ലഹരി, കൊലപാതകം, അസൂയ തുടങ്ങിയ ദുഷ്ടതകളാൽ നിറഞ്ഞിരിക്കുന്നു. ഈ ദുഷ്ടപ്രേരണകളുടെ എല്ലാം മൂർത്തിഭാവം എന്ന് പറയുന്നത് കലിയാണ്. പുരാണമനുസരിച്ച് മഹാദേവൻ വിഷം കഴിച്ച സമയത്ത് ഭൂമിയിലേക്ക് വീണ വിഷത്തുള്ളികളിൽ നിന്നാണ് കലി ജനിച്ചത്. എന്നിരുന്നാലും അവൻ്റെ ആ ഒരു സാന്നിധ്യം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ മനസ്സുകളിലേക്ക് മാത്രം ഒതുങ്ങുന്നുണ്ട്.
ഒരു വ്യക്തിയുടെ മനസ്സിൽ അത്യാഗ്രഹം, കോപം അല്ലെങ്കിൽ എന്തെങ്കിലും അനീതി ചെയ്യാനുള്ള, പ്രവൃത്തി ചെയ്യാനുള്ള പ്രേരണ ഉണ്ടാകുകയാണെങ്കിൽ അവിടെ കലിയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കും. ഈ സമയത്ത് അവിടെ നിന്ന് ലക്ഷ്മി ദേവിയെ അനാദരിക്കുന്നിടത്തെല്ലാം കലി ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഈ കാര്യങ്ങളെല്ലാം കാണിച്ചതിന് ശേഷം സിദ്പൂർ എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് മടങ്ങുകയാണ്. എന്നിരുന്നാലും മുഴുവൻ ഗ്രാമവും ഇപ്പോൾ ഒരു വലിയ ശാപത്തിന് വിധേയമായിരിക്കുകയാണ്. ആ ശാപത്തിൻ്റെ സ്വഭാവം നമുക്ക് കുറച്ച് കഴിഞ്ഞാണ് വെളിപ്പെടുന്നത്. അതിനു മുമ്പ് രാത്രിയിൽ ഒരു രംഗം നമ്മളെ കാണിക്കുകയാണ്. ദക്ഷത മരിച്ച പീപ്പിൾ മരത്തിന് സമീപം ഒരു കറുത്ത നായ മരത്തിൽ നിന്ന് തന്നെ നിർത്താതെ കുരയ്ക്കുന്നുണ്ട്. അത് എന്താണെന്ന് മനസ്സിലാക്കുന്നതെന്ന് ആർക്കും കഴിയില്ല. അത് മരത്തോട് അടുത്ത് നീങ്ങുകയും കൂടുതൽ ഉച്ചത്തിൽ കുരയ്ക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. പെട്ടെന്നൊരു വലിയ വസ്തു ആ മരത്തിന് താഴെ വന്ന് വീഴുന്നുണ്ട്. ആ നായ അത് വായിൽ പിടിച്ചു ചേർത്ത് ഒരു വീടിൻ്റെ അടുത്തേക്ക് ഓടുകയാണ്. അതൊരു വലിയ വീടിൻ്റെ പ്രവേശന കവാടത്തിലെത്തിയിട്ട് അവിടെ ആ വസ്തു ഇടുകയാണ്. അപ്പോഴാണ് നമുക്ക് ആ വസ്തു എന്താണെന്ന് മനസ്സിലാവുന്നത്. മുറിഞ്ഞു വീണ ഒരു മനുഷ്യൻ്റെ തലയായിരുന്നു അത്. ഇത് കണ്ടപ്പോൾ വീട്ടിൽ ഉറങ്ങുകയായിരുന്ന മഹാരാജ് ഭയന്ന് എഴുന്നേൽക്കുകയാണ്. അപ്പോഴാണ് ഇതെല്ലാം വെറും സ്വപ്നമാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അദ്ദേഹത്തിൻ്റെ നിലവിളി കേട്ടിട്ട് അദ്ദേഹത്തിൻ്റെ വൈഫ് പരിഭ്രാന്തിയോടെ ഉണർന്നിട്ട് എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുകയാണ്. വീണ്ടും ആ സ്വപ്നം തന്നെയാണോ കണ്ടത്? ഒരിക്കലെങ്കിലും നമ്മുടെ ആചാര്യനോട് ഇതിനെക്കുറിച്ച് ചോദിക്കാൻ നിങ്ങൾ പോയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാലും മഹാരാജന് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനൊട്ടും ആഗ്രഹമുണ്ടായിരുന്നില്ല. അദ്ദേഹം ഉടൻ തന്നെ സംഭാഷണം നിർത്തുകയാണ്. ഇതിനെക്കുറിച്ച് ഇനിയൊരു വാക്ക് പോലും പറയരുതെന്ന് അവളോട് പറയുന്നുണ്ട്. തുടർന്ന് ചിത്രം മഹാരാജൻ്റെ കുടുംബത്തെ പരിചയപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിന് 2 ആൺമക്കളുണ്ട്. മൂത്തയാൾ സിനിമയുടെ നായകനാണ്. അദ്ദേഹത്തിൻ്റെ യതേന്ദ്ര എന്ന പേരുള്ള ഒരു ഇളയ സഹോദരനുമുണ്ട്. 2 കഥാപാത്രങ്ങളും തികച്ച് വിപരീതമാണ്. നായകനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തോടുള്ള ഭക്തിയാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ ലോകം. ബാബയോടുള്ള പ്രത്യേക ഭക്തിയോടെ അദ്ദേഹം നിരന്തര ആചാരങ്ങൾ അനുഷ്ഠിക്കുകയും ധ്യാനിക്കുകയും ആത്മീയതയിൽ മുഴുകുകയും ചെയ്യുന്നുണ്ട്. വിവാഹം കഴിക്കുന്നതിൽ നിന്ന് അദ്ദേഹത്തിന് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. ഇളയ സഹോദരൻ യതേന്ദ്ര നേരെ വിപരീതമാണ്. ആചാരങ്ങളിലോ ദൈവത്തിലോ ഒന്നും അവന് വിശ്വാസമുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ശാരീരിക ശക്തിയിൽ മാത്രമേ അദ്ദേഹം വിശ്വസിച്ചിരുന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ ജീവിതം പോരാട്ടത്തിലും ഗുസ്തി ചുറ്റുപറ്റിയൊക്കെ ആയിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിന് ഇതിനകം രുക്മിണി എന്ന് പറയുന്ന ഒരു വൈഫും ഉണ്ട്. പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ഇളയ സഹോദരൻ്റെ ഭാര്യയുടെ പേര് രുക്മിണി എന്നാണ്. ഇതേ സമയം യതേന്ദ്ര തന്നെ സംഘടിപ്പിക്കുന്ന ഒരു പ്രധാന ഗുസ്തി മത്സരം പട്ടണത്തിൽ നടക്കുന്നുണ്ട്. മത്സരം അവസാനിച്ച ഉടനെ അയൽ പട്ടണത്തിൽ നിന്നുള്ള ഒരു ഗുസ്തിക്കാരൻ ഒരു പ്രാദേശിക ശക്തനെ എടുത്ത് പരാജയപ്പെടുത്തുകയാണ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മറ്റാരെയും മുന്നോട്ട് വന്ന് എന്നെ നേരിടാൻ പരസ്യമായിട്ട് അയാൾ വെല്ലുവിളിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് കണ്ട് യതേന്ദ്ര ദേഷ്യപ്പെടുന്നുണ്ട്. അവൻ തൽക്ഷണം അവൻ്റെ ഷർട്ടൊക്കെ വലിച്ചൂരിട്ട് വന്നിട്ട് ആ ഗുസ്തിക്കാരനെ എടുത്ത് തറയിലായിട്ട് ഇടുകയാണ്. അങ്ങനെ നമ്മുടെ നായകന്മാരുടെ പിതാവിനെ കാണിക്കുകയാണ്. അദ്ദേഹം ഒരു മഹാരാജ പോലെയാണ്. ബഹുമാനപൂർവ്വം അദ്ദേഹത്തിനെ ആ നാട്ടുകാരെല്ലാവരും അഭിസംബോധന ചെയ്യുന്നത്. ഒരു യഥാർത്ഥ രാജാവിനെ പോലെ അദ്ദേഹം ഗ്രാമത്തിലെ ഓരോ വ്യക്തിയുടെയും കഷ്ടപ്പാടുകൾ ശ്രദ്ധിക്കുകയും അദ്ദേഹത്തിന് കഴിയുന്നത്ര സഹായം നൽകുകയും ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും ഗ്രാമത്തിന്മേലുള്ള ഒരു ശാപം കാരണം വിളകൾ വർഷം തോറും പൂർണ്ണമായി നശിക്കും. ഒന്നും ശരിയായി വളരില്ല. ജനങ്ങൾക്ക് പട്ടിണി കിടക്കുന്നതിലെന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് മഹാരാജ സ്വന്തം സ്വത്തും കളപ്പുരയിൽ നിന്നുള്ള ധാന്യങ്ങളും ഒക്കെ വിതരണം ചെയ്യും. ഒരു ദിവസം ഒരു വൃദ്ധൻ ഇത് നിരീക്ഷിച്ച് പറഞ്ഞു, മഹാരാജ്, നിങ്ങൾ ചെയ്യുന്നത് മാന്യമാണ്, പക്ഷേ ഇത് ഒരു ശാശ്വത പരിഹാരമല്ല. ദാരിദ്ര്യം പതുക്കെ നമ്മളെ ഗ്രാമത്തെ വിഴുങ്ങുകയാണ്. ഈ ശാപം ഉടനെ അവസാനിച്ചില്ലെങ്കിൽ മുഴുവൻ ഗ്രാമവും നശിച്ചു പോകും. നിങ്ങളൊരു ശാശ്വത പരിഹാരം കണ്ടെത്തണമെന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അത്ര വലിയ വാക്കുകളായിരുന്നു. ആ ചിന്ത മഹാരാജാവിൻ്റെ മനസ്സിലൊരു ഭാരമായിട്ട് തുടരുകയാണ്. ആ രാത്രിയിൽ അദ്ദേഹം വളരെ ദുഃഖത്തോടെ ഭാര്യയോട് പറയുകയാണ്, വർഷങ്ങളായി ഗ്രാമത്തിനായി ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. എന്നിട്ടും ഈ സ്ഥിതി ദിവസം തോറും വഷളായിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. മറുപടിയായിട്ട് അയാളുടെ വൈഫ് പറയുന്നത് അതേ കാര്യം തന്നെയാണ്. നിങ്ങൾ എന്തുകൊണ്ടാണ് നമ്മളുടെ ആചാര്യനെ പോയി കണ്ടുകൂടാത്തത്? നിങ്ങളത് ചെയ്യുന്നില്ലല്ലോ. പക്ഷേ മഹാരാജ് അവിടെ നിശബ്ദനായിട്ട് അവിടെ നിൽക്കുകയാണ്. അദ്ദേഹം ഒരു വാക്ക് പോലും പറഞ്ഞില്ല. എന്തുകൊണ്ടാണ് അദ്ദേഹം അവിടെ പോയി കാണാൻ വിസമ്മതിക്കുന്നതെന്ന് അത്ര വ്യക്തമായിട്ട് നമ്മളെ കാണിക്കുന്നില്ല. അടുത്ത രംഗത്തിൽ ആ കുടുംബം മുഴുവൻ ഒരുമിച്ചിരുന്ന് കഴിക്കുകയാണ്. പതിവ് പോലെ യതേന്ദ്രൻ സംസാരിക്കാൻ തുടങ്ങുകയാണ്. ശരി, എല്ലാ നഗരവാസികൾക്കും വിട്ടുകൊടുക്കുക. നിങ്ങളുടെ സ്വന്തം കുട്ടികൾക്കായിട്ട് എന്തെങ്കിലും കരുതി വെച്ചിട്ടുണ്ടോ? പിന്നീട് നമ്മളെല്ലാവരും എന്തു ചെയ്യുമെന്നൊക്കെ അവൻ ചോദിക്കുന്നുണ്ട്. അദ്ദേഹം പരിഹാസത്തോടെ അങ്ങനെ ചോദിക്കുകയാണ്. അമ്മ ഉടൻ തന്നെ അവനോട് സമാധാനിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. യതേന്ദ്ര, നീ അച്ഛനോട് ഇങ്ങനെയൊന്നും സംസാരിക്കരുതെന്ന് പറയുന്നുണ്ട്. പട്ടണത്തിലെ സാഹചര്യം നിനക്ക് തന്നെ അറിയാവുന്ന കാര്യമല്ലേ? പക്ഷേ അവനാണെങ്കിൽ പിന്മാറുന്ന കാര്യമില്ല. നഗരവാസികൾക്ക് ദാനം ചെയ്യുന്ന കാര്യത്തിൽ കുബേരൻ്റെ സമ്പത്ത് തന്നെയാണ് അദ്ദേഹത്തിനുള്ളതെന്ന് തോന്നുന്നു. എന്നിട്ടും ബിസിനസ് ആരംഭിക്കാൻ ഞാൻ കുറച്ച് കാശ് ചോദിച്ചപ്പോൾ 1 രൂപ പോലും അദ്ദേഹം എനിക്ക് തന്നിട്ടില്ല. അതെന്താ, ഞാൻ ഇവിടുത്തെ ആളല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം
അദ്ദേഹം പരിഹസിച്ചുകൊണ്ട് സംസാരിക്കുന്നത് നിർത്താനായിട്ട് പറയുകയാണ്. എന്നിരുന്നാലും ആ നിമിഷം നമ്മുടെ നായകനുണ്ടല്ലോ, അവനെ നമ്മുടെ സഹോദരനെ സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിക്കുന്നുണ്ട്. എന്താണ് അവൻ ആവശ്യപ്പെട്ടത്? കുറച്ച് ബിസിനസ് തുടങ്ങാനുള്ള കാശല്ലേ, അത് കൊടുത്തൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മഹാരാജ പറയുന്നുണ്ട്, മതി, ഇനി ആരും ഈ കാര്യത്തെക്കുറിച്ച് ഇവിടെ സംസാരിക്കരുത്. ഈ സ്വത്ത് എന്ന് പറയുന്നത് നിങ്ങളുടെ ആരുടെയും കുടുംബ സ്വത്തല്ല, ഇത് ഈ സമൂഹത്തിൻ്റെയാണ്. അതിനാൽ ഇത് സമൂഹത്തിന് പ്രയോജനമായിട്ട് മാത്രമേ ചിലവഴിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോഴാണ് ഒരു ദാസൻ അവിടേക്ക് ഓടി വരുന്നത്. എന്നിട്ട് അയാൾ പറയുന്നുണ്ട്, കൃഷ്ണൻ എത്തി എന്ന് പറയുന്നുണ്ട്. മഹാരാജ ഉടൻ തന്നെ അദ്ദേഹത്തെ കാണാനായിട്ട് പുറപ്പെട്ടു. കൃഷ്ണൻ കണ്ണീരോടെ അവിടെ നിൽക്കുകയാണ്. അദ്ദേഹം അപേക്ഷിക്കുകയാണ്, മഹാരാജ്, എൻ്റെ അമ്മയ്ക്ക് സുഖമില്ല, 2 ദിവസമായി. ഡോക്ടർ നൽകിയ മരുന്ന് പോലും പ്രവർത്തിക്കുന്നില്ല. ദയവായി എങ്ങനെയെങ്കിലും എൻ്റെ അമ്മയെ രക്ഷിക്കൂ. ഇത് കേട്ട മഹാരാജ് പെട്ടെന്ന് നമ്മുടെ നായകനെ വിളിച്ചു വരുത്തി കൃഷ്ണൻ്റെ അമ്മയെ ഉടനെ തന്നെ നഗരത്തിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് നിർദ്ദേശിക്കുകയാണ്. നമ്മളുടെ നായകൻ സമ്മതിച്ചു. പക്ഷേ പോകുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു നിർണായക മുന്നറിയിപ്പോടെ നിൽക്കുകയാണ്. നോക്കൂ, എന്ത് സംഭവിച്ചാലും നിങ്ങൾ ഈ ഒരു സാഹചര്യത്തിലും പീപ്പൽ മരത്തിലൂടെ കടന്നു പോകരുത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നായകൻ അത് അംഗീകരിച്ചുകൊണ്ടാണ് പോകുന്നത്. എനിക്ക് മനസ്സിലായി എന്നാവും പറയുന്നുണ്ട്. കൃഷ്ണനും അമ്മയും ഒപ്പം ജീപ്പിൽ യാത്ര തിരിക്കുകയാണ്. എന്നിരുന്നാലും പകുതി വഴിയിൽ ഒരു വലിയ പ്രശ്നം ഉണ്ടാവുകയാണ്. ഒരു വലിയ മരം വന്നിട്ട് ആ പ്രധാന റോഡിന് കുറുകെ വീഴുകയാണ്. അത് പൂർണ്ണമായും അവരുടെ യാത്ര തടസ്സപ്പെടുത്തുകയാണ്. മറ്റു വഴികളൊന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് ആശുപത്രിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ആ വഴിയിലൂടെ തന്നെ അവർക്ക് പോകേണ്ടി വരികയാണ്. അങ്ങനെ ആ ജീപ്പ് ആ വഴിയിലൂടെ ഓടിക്കുകയാണ്. ആ മരം ശപിക്കപ്പെട്ടതും ദുഷ്ടത നിറഞ്ഞതുമാണെന്ന് ആളുകൾ വിശ്വസിച്ചിരുന്നു, അല്ലേ? ജീപ്പ് മരത്തിനരികിലെത്തിയപ്പോൾ പെട്ടെന്ന് അങ്ങ് നിശ്ചലമായി പോവുകയാണ്. എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിക്കാൻ നായകൻ പുറത്തിടുകയാണ്. പിൻഭാഗത്തെ ടയർ പൂർണ്ണമായും ചെളിയിൽ കുഴിഞ്ഞിരിക്കുകയാണ്. അത് മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് അയാൾ കുറേയധികം ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും 1 ഇഞ്ച് പോലും അത് അനങ്ങിയിട്ടില്ല. അങ്ങനെ അവർക്ക് ആ സ്ഥലത്ത് നിന്ന് നീങ്ങാനായിട്ട് കഴിയുന്നില്ല. ഇതേ സമയം ജീപ്പിനുള്ളിൽ കിടന്നിരുന്ന കൃഷ്ണൻ്റെ അമ്മയാണെങ്കിൽ മരിച്ചു പോവുകയും ചെയ്യുകയാണ്. ഇത് കണ്ട കൃഷ്ണൻ അമ്മയെ കെട്ടിപ്പിടിച്ച് വേദനയോടെ കരയാനായിട്ട് തുടങ്ങുകയാണ്. നായകന് ആ ആഴത്തിലുള്ള കുറ്റബോധവും തുടരുന്നുണ്ട്. ആ മരം കടന്നു പോയത് കൊണ്ടാണോ ഈ ദുരന്തം സംഭവിച്ചതെന്ന് അയാൾ ചിന്തിക്കുകയാണ്. മരത്തിന് ശരിക്കും എന്തെങ്കിലും ശക്തിയുണ്ടോ? ഈ ചിന്തയിൽ അസ്വസ്ഥനായ അയാൾ കൃഷ്ണനെയും അമ്മയും വീട്ടിലേക്ക് തിരികെ കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. വേറെ മാർഗ്ഗമൊന്നും തന്നെയില്ല. അവർ എത്തിയപ്പോൾ മഹാരാജ പ്രവേശന കവാടത്തിൽ അങ്ങനെ നിൽക്കുകയാണ്. അപ്പം കൃഷ്ണൻ ജീപ്പിൽ അങ്ങനെ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതേസമയം അവൻ്റെ അമ്മ അവൻ്റെ അരികിൽ അങ്ങനെ മരിച്ചു കിടക്കുകയും ചെയ്യുന്നു. ഇത് കണ്ടപ്പോൾ മഹാരാജ് ഒരു വാക്കുപോലും പറഞ്ഞില്ല. അവൻ നിശബ്ദമായിട്ട് അകത്തേക്ക് കയറിപ്പോവുകയാണ്. ഒറ്റയ്ക്കിരിക്കുന്നു. ആഴത്തിൽ അങ്ങനെ ചിന്തിക്കാനായിട്ട് തുടങ്ങുകയാണ്. ഇത്രയും നേരം താൻ എടുത്ത തീരുമാനം തെറ്റാണോ എന്ന് ഖേദം തോന്നുകയാണ്. ഒരുപക്ഷെ ഇത്ര ശാഠ്യക്കാരനായിരുന്നില്ലെങ്കിൽ പകരം ആചാര്യനെ പോയി കണ്ടിരുന്നെങ്കിൽ ഇതിനൊക്കെ ഒരു ശമനമുണ്ടാകുമായിരുന്നു. പിറ്റേന്ന് രാവിലെ തന്നെ മഹാരാജ് നേരെ ആചാര്യനെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ്. അദ്ദേഹത്തെ കണ്ടപ്പോൾ ആചാര്യൻ ചോദിക്കുകയാണ്, അപ്പോൾ നിങ്ങൾ ഒടുവിൽ എൻ്റെ അടുത്ത് തന്നെ എത്തിയല്ലേ പരിഹാരത്തിനായിട്ട്? അങ്ങനെ നമ്മുടെ മഹാരാജ് കൈകളൊക്കെ കൂപ്പി അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആചാര്യ, സിദ്പൂരിലെ ജനങ്ങൾ എല്ലാ ദിവസവും കഷ്ടപ്പെടുകയാണ്. ഞാനെല്ലാം പരീക്ഷിച്ചു, പക്ഷേ ഈ ശാപത്തിന് ഒരവസാനമില്ല. ഞാൻ സമ്മതിക്കുന്നു, ഞാൻ പൂർണ്ണമായും പരാജയപ്പെട്ടു. മറുപടിയായി ആചാര്യനൊരു കാര്യം പറയുകയാണ്, മഹാരാജ, നമ്മളുടെ പൂർവികരിൽ നിന്ന് നമുക്ക് ഭൗതിക സമ്പത്ത് മാത്രമല്ല പാരമ്പര്യമായി ലഭിക്കുന്നത്. അവർ ശേഖരിച്ച കർമ്മവും നല്ലതും ചീത്തയും എല്ലാം നമുക്ക് കിട്ടും. നിങ്ങളുടെ കുടുംബവും ഈ ഗ്രാമത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്ന കഷ്ടപ്പാട് നിങ്ങളുടെ പൂർവികളുടെ പാവങ്ങളുടെ അനന്തരഫലമാണ്. അപ്പോൾ ഇതിന് എന്തെങ്കിലും പരിഹാരം ഉണ്ടാവണമെങ്കിൽ നീ ഒരു കാര്യം മാത്രം ചെയ്യുക. ഞാൻ നിങ്ങളുടെ മുത്തച്ഛനോട് 50 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രതിവിധി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആരും അത് ഒരിക്കലും ചെയ്തിട്ടില്ല. പ്രതിവിധി ഇതാണ്: ആ പുണ്യമായ ആൽമരത്തിന് സമീപം ഒരു പുതിയ മാളിക പണിയണം. നിങ്ങൾ അവിടെ താമസിക്കണം. കൂടാതെ എല്ലാ ദിവസവും ആ വൃക്ഷത്തെ ആരാധിക്കുന്നതായിട്ട് നിങ്ങൾ ആചാരങ്ങൾ അനുഷ്ഠിക്കണം. ഗ്രാമവാസികളും ആചാരത്തിൽ പങ്കെടുക്കണം. അങ്ങനെ അയാൾ പറയുകയാണ്. എന്നാൽ ആ മരത്തിന് സമീപം പോകാൻ നാട്ടുകാരിൽ ആരും തന്നെ ധൈര്യപ്പെടില്ല, അല്ലേ? അതുകൊണ്ടാണ് ഇത്രയും വർഷങ്ങളായിട്ട് ആചാരം നടക്കാതെ കിടന്നത്. സ്വന്തമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് കരുതിയും ആ പുണ്യവർഷത്തിന് സമീപം ഒരു കൊട്ടാരം പണിയുണ്ടെന്ന് തീരുമാനിച്ചും രാജാവ് അത് മാറ്റിവെച്ചു. എന്നാൽ ഇപ്പോൾ മറ്റെല്ലാ മേഖലയും പരാജയപ്പെട്ടതുകൊണ്ട് തന്നെ ആചാരം നടത്തുകയല്ലാതെ അദ്ദേഹത്തിന് വേറെ മാർഗ്ഗമില്ല. കഥ പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് മുന്നോട്ട് കടന്നു പോയിട്ടാണ് നമ്മളെ കാണിക്കുന്നത്. അദ്ദേഹം നിർദ്ദേശിച്ച ആചാരം പൂർണ്ണമായും അവിടെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പുണ്യവർഷത്തിനടുത്തായിട്ട് അദ്ദേഹം ഒരു വലിയ പുതിയ കൊട്ടാരം പണിതു. കൂടാതെ അദ്ദേഹം പട്ടണത്തിൽ ഒരു ആശുപത്രിയും തുടങ്ങുകയാണ്. കൃഷ്ണൻ്റെ അമ്മ കൃത്യസമയത്ത് വൈദ്യ ചികിത്സ ലഭിക്കാതെ മരിച്ചു പോയിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പം മറ്റാർക്കും ഇതേ വിധി ഉണ്ടാകരുതെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹം ആശുപത്രി പണിയുകയും ചികിത്സ സൗജന്യമായിട്ട് പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇളയ മകൻ ഇതിൽ പൂർണ്ണ അതൃപ്തിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കലിയുഗത്തിലും തൻ്റെ പിതാവ് എല്ലാ
കാര്യങ്ങളും ധർമ്മമായിട്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ ദാനമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിലവന് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം ചുറ്റും ഉണ്ടായിരുന്നതിൻ്റെ പ്രയോജനം എന്താണെന്ന് അദ്ദേഹം അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നായകൻ ഇടപെട്ട് പറയുന്നുണ്ട്, ഇതാ നോക്കൂ സഹോദര, നീ അച്ഛനെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കരുത്. അദ്ദേഹത്തിൻ്റെ എല്ലാ തീരുമാനങ്ങളോടും ഞാൻ യോജിക്കുന്നില്ല, പക്ഷെ നിങ്ങളിപ്പോഴും അദ്ദേഹത്തോട് ബഹുമാനം കാണിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അയാൾ തിരിച്ചു പറയുകയാണ്, ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നില്ലെന്ന് ആരാണ് പറയുന്നത്? ഞാൻ അദ്ദേഹത്തിൻ്റെ മികച്ച താല്പര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കുന്നുണ്ട്. മറ്റൊരു രീതിയിൽ ഈ പണം നമ്മൾ ബിസിനസ്സിൽ നിക്ഷേപിച്ചിരുന്നെങ്കിൽ നമുക്ക് കൂടുതൽ സമ്പാദിക്കാമായിരുന്നു. അത് പണത്തിന് നമുക്കും നല്ലതാകുമായിരുന്നു. അങ്ങനെ അവൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങളൊക്കെ അങ്ങനെ പറയുകയാണ്. പക്ഷെ നമ്മുടെ നായകനാണെങ്കിൽ ഒരു വാക്കുപോലും പറയാതെ അങ്ങനെ നിശബ്ദനായിട്ട് നിൽക്കുകയാണ്. ഈ നിശബ്ദത ആ സഹോദരൻ്റെ കോപത്തിന്, ദേഷ്യത്തിന് കുറച്ചുകൂടെ ആക്കം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ രാത്രിയിൽ അവൻ ഒറ്റയ്ക്ക് ഒരു കുളത്തിനരികിലിരുന്ന് നന്നായി കുടിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ മദ്യപിച്ച അവസ്ഥയിൽ അവൻ ആ വെള്ളത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നുണ്ട്. ഇത് അവൻ്റെ ഏറ്റവും വലിയ തെറ്റായി മാറുകയാണ്. ആരോ അവൻ്റെ കാലുകളിൽ പിടിച്ച് വെള്ളത്തിലേക്ക് ആഴത്തിലേക്ക് വലിച്ചിടുന്നത് പോലെ അവന് തോന്നുകയാണ്. അവൻ എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് ആ കരയിലേക്ക് കയറുന്നുണ്ട്. അങ്ങനെ അവിടെ എത്തി നിൽക്കുമ്പം അവൻ ഒരു സ്ത്രീയുടെ സൗണ്ട് അവൻ എവിടെ നിന്നോ കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയോ സംസ്കൃതത്തിൽ സംസാരിക്കുന്നത് പോലെ അവൻ്റെ ചെവിയിൽ അങ്ങനെ മുഴുകുന്നുണ്ട്. അത് ദക്ഷതയുടെ ആത്മാവാണ്. ആദ്യ രംഗത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, ആ മരത്തിൽ മരിച്ചു കിടന്നത്. അപ്പോൾ അവളുടെ ആത്മാവാണ്. അപ്പോൾ അടുത്ത നിമിഷം എന്തോ ഒന്ന് അവനെ വീണ്ടും താഴേക്ക് വലിക്കുകയാണ്. അവൻ വീണ്ടും ജീവന് വേണ്ടിയിട്ട് പോരാടുകയാണ്. പക്ഷേ എങ്ങനെയൊക്കെയോ രക്ഷപ്പെടുകയും പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അയാൾ ശരിക്കും പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. അതാരാണ്, എന്താണെന്ന് സംഭവിക്കുന്നതെന്നൊന്നും ചിന്തിച്ചുകൊണ്ട് ചുറ്റും അങ്ങനെ നോക്കുകയാണ്. എന്നിട്ടും ആ നിഗൂഢമായ ശബ്ദം അവൻ്റെ കാതുകളിൽ അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു നിമിഷം പോലും താമസിക്കാതെ അവൻ തിടുക്കത്തിൽ തന്നെ ആ ഷർട്ടും എടുത്തിട്ടിട്ട് പെട്ടെന്ന് പോകുന്നുണ്ട്. അങ്ങനെ ആ രംഗം അടുത്ത ദിവസത്തേക്ക് മാറുന്നു. മഹാരാജ് കൊട്ടാരത്തിന് മുന്നിൽ ഒരു പൂജ നടത്തുകയാണ്. പക്ഷേ ആ ഗ്രാമീണർ ആരും തന്നെ അതിൽ ചേർന്നിട്ടില്ല. നമ്മുടെ നായകനെ പോലും കാണുന്നില്ല. ഗ്രാമവാസികളെ എല്ലാം ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് മഹാരാജ് ക്ഷണിക്കുന്നുണ്ട്. എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് ആ പേടിയുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ആരും അതിൻ്റെ അടുത്തേക്ക് വരാനായിട്ട് ധൈര്യപ്പെടുന്നില്ല. അവരെല്ലാം സംഭവ സ്ഥലത്ത് നിന്ന് ഓടിപ്പോകാനായിട്ട് തുടങ്ങുകയാണ്. എന്നാൽ മഹാരാജ അവരെ തടയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പേടിക്കേണ്ട, ഇവിടേക്ക് വരുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആരും തന്നെ അത് കേൾക്കുന്നില്ല. എന്നെങ്കിലും ഈ പേടിയൊക്കെ മാറുമെന്ന് മഹാരാജ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ രാത്രിയാവുകയാണ്. അപ്പം മഹാരാജ അവൻ്റെ വീടിന് മുന്നിൽ അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ മരത്തെ നോക്കിയിട്ട് പുഞ്ചിരിക്കുകയാണ്. കുറേ നാളുകൾക്ക് ശേഷം ആദ്യമായിട്ടാണ് അവനങ്ങനെ ചിരിക്കുന്നത്. അപ്പം നമ്മുടെ നായകൻ അവിടേക്ക് വരികയാണ്. അച്ഛൻ്റെ മുഖത്ത് ഇത്രയും സന്തോഷം കണ്ടിട്ട് എത്ര നാളായി എന്ന് അവൻ പറയുകയാണ്. അദ്ദേഹം അതിനെക്കുറിച്ച് പറയുകയാണ്, അതേ മകനെ, വർഷങ്ങളായി നമ്മളെ അലട്ടിക്കൊണ്ടിരുന്ന പ്രശ്നത്തിന് ഒരു പ്രധാന പരിഹാരത്തിലേക്കുള്ള ആദ്യപടിയാണ് ഞാനൊടുവിൽ സ്വീകരിച്ചിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് അത്രയും തന്നെ സന്തോഷമുണ്ടായിരുന്നു. എന്താണ് ഇത്രയും വലിയ പ്രശ്നമെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. അപ്പം നീ ഇവിടെ പുതിയ മാളിക പണിഞ്ഞത് എന്തിനാണെന്ന് അവൻ പറയാനായിട്ട് തുടങ്ങുകയാണ്. പക്ഷേ ഈ പറയുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിനൊരു നെഞ്ചുവേദന വരികയാണ്. അങ്ങനെ അവിടെ വെച്ചിട്ട് അദ്ദേഹം മരണപ്പെടുകയും ചെയ്യുന്നുണ്ട്. ആ ആളിന് മുന്നായിട്ട് തന്നെ അയാൾ വീണ് മരിക്കുകയാണ്. ആ നിമിഷം നമുക്കൊരു കാര്യം കാണിച്ചു തരികയാണ്. മരത്തിന് മുകളിൽ ശാന്തമായിട്ട് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ദക്ഷതയുടെ ആത്മാവിനെയാണ് കാണിക്കുന്നത്. പിന്നീട് ഈ രംഗം അടുത്ത ദിവസത്തേക്ക് കാണിക്കുകയാണ്. മഹാരാജൻ്റെ ശവസംസ്കാര ചടങ്ങിലേക്ക് അദ്ദേഹത്തിൻ്റെ കുടുംബം മാത്രമല്ല ഗ്രാമത്തിലുള്ള എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അദ്ദേഹം തൻ്റെ ജീവിതം മുഴുവൻ പട്ടണത്തിനായിട്ട് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കാണാനായിട്ട് എല്ലാവരും വന്നിട്ടുണ്ട്. തലമുറകളായി കുടുംബത്തെ വേട്ടയാടിയിരിക്കുന്ന ഒരു ശാപം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ 2 മക്കളുടെ അടുത്തേക്ക് വേട്ടയാടാനായിട്ട് പോവുകയാണ്. നമ്മുടെ നായകന് തൻ്റെ അച്ഛനെ കണ്ട അതേ സ്വപ്നം കാണാനായിട്ട് തുടങ്ങിയാണ്. ഒരു കറുത്ത നായ ഒരു മനുഷ്യൻ്റെ തലയൊക്കെ ആയിട്ട് വീടിൻ്റെ മുന്നിൽ കൊണ്ടിടുന്ന ഒരു സ്വപ്നം ഉണ്ടായിരുന്നല്ലോ, അതവൻ കാണുന്നുണ്ട്. ഇളയ സഹോദരനാണെങ്കിൽ ആ ദക്ഷതയുടെ ആ സൗണ്ട് കേൾക്കാനായിട്ട് തുടങ്ങിയാണ്. അവൾ ജപിച്ചിരുന്ന മന്ത്രങ്ങൾ, അതുപോലൊപ്പം അവൻ വിചിത്രമായ ദർശനങ്ങളൊക്കെ കാണാൻ തുടങ്ങിയാണ്. അപ്പോൾ പഴയ മാളികയ്ക്കുള്ളിൽ എവിടെ ഒരു നിധി കുഴിച്ചിട്ടുണ്ടെന്നും അത് അവനെ പോയി എടുക്കാനൊക്കെയാണ് അവന് പറഞ്ഞു കൊടുക്കുന്നത്. അവൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു അത്യാഗ്രഹം വരാനായിട്ട് തുടങ്ങിയാണ്. അവൻ ഉടനെ തന്നെ ആ പഴയ മാളികയിലേക്ക് പോവുകയാണ്. അവൻ ഓരോ ചൂട് വെക്കുമ്പോഴും ഒരു സ്ത്രീയുടെ ശബ്ദം അവൻ്റെ ചെവിയിൽ കേൾക്കുന്നുണ്ടായിരുന്നു. അത് ദക്ഷതയുടെ സമാനമായ ഒരു സൗണ്ടായിരുന്നു അത്. അപ്പോൾ എവിടെ പോകണമെന്നും എവിടെ കുഴിക്കണമെന്നൊക്കെ അവൾ നിർദ്ദേശിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. താമസിക്കാതെ തന്നെ ആ നിധി കുഴിച്ചിട്ട സ്ഥലം അവൻ കണ്ടെത്തുകയാണ്. അപ്പോൾ അത് കണ്ടെത്തുമ്പോൾ തന്നെ അവൻ്റെ മുഖത്ത് ആ ഒരു പുഞ്ചിരി വിടരുകയാണ്. അവൻ ഉറക്കെ ചിരിക്കാനായിട്ട് തുടങ്ങി. ഇതേ സമയം നമ്മുടെ നായകനെ തൻ്റെ പിതാവ് ഉപേക്ഷിച്ചു പോയ എല്ലാ ഉത്തരവാദിത്വങ്ങളും ഏൽക്കേണ്ടതായിട്ട് വരികയാണ്. അങ്ങനെ ഗ്രാമവാസികളെ സഹായിക്കുക, അങ്ങനെ ആചാര്യൻ നിർദ്ദേശിച്ച ആ ആചാരങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ നോക്കി നടത്തേണ്ടതൊക്കെ നമ്മളുടെ ഹീറോ ആയിരുന്നു. പിന്നീട് ഇവിടെ നമ്മുടെ
ഹീറോ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ്റെ ഇളയ സഹോദരൻ അതിൽ നിന്ന് എല്ലാം വിട്ടുമാറി നിൽക്കുകയാണ്. അവന് ഇതിൽ ഒന്നും തന്നെ താല്പര്യമുണ്ടായിരുന്നില്ല. ഇതിനിടയിൽ ഒരു ദിവസം ഭൈരവ ജയന്തി ആയതിനാൽ ഭൈരവൻ്റെ അനുഗ്രഹം തേടാൻ അവർ 3 പേരും ക്ഷേത്രം സന്ദർശിക്കണമെന്ന് രുക്മിണി ആകാംക്ഷയോടെ നിർദ്ദേശിക്കുകയാണ്. എല്ലാത്തിനും ഉപരി അവളൊരു ഭക്തയും കൂടെയാണ്. എന്നാൽ ഇളയ സഹോദരൻ തിരിച്ചടിക്കുകയാണ്. പൂജ, ദൈവം, ക്ഷേത്രം, എനിക്ക് അത്തരം കാര്യങ്ങളിലൊന്നും ഒട്ടും താല്പര്യമില്ലെന്ന് നിങ്ങൾക്കറിയാം, പിന്നെ എന്നെ എന്തിനാണ് നിർബന്ധിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സങ്കടത്തോടുകൂടി അവൾ ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾ ദൈവത്തോട് ഇത്ര വെറുപ്പ് പുലർത്തുന്നത്? അവൻ പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി നൽകുകയാണ്, ശരി, ദൈവവും ഞാനും ഒത്തുചേരുന്നില്ല. ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ഞാൻ കരുതുന്നു എന്ന് പറയുകയാണ്. രുക്മിണി ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ഓ വരൂ, ആർക്കാണ് എപ്പോഴെങ്കിലും ദൈവവുമായി സംഘർഷമുണ്ടാവുക? അവൻ്റെ ഭാവം പെട്ടെന്ന് ഗൗരവമായി മാറുകയാണ്. അസുരന്മാരും ദൈവങ്ങളും തമ്മിൽ സംഘർഷങ്ങൾ ഉണ്ടാകാറുണ്ടല്ലേ? എന്നെ ഒരു അസുരനായി കണക്കാക്കാനായിട്ട് പറയുകയാണ്. പക്ഷേ സത്യം നമുക്കറിയാം, ഇതൊരു തമാശയല്ല. യതീന്ദ്രൻ്റെ മനസ്സിലൊരു പൈശാചിക സ്വഭാവം പതുക്കെ വന്നു തുടങ്ങാനായിട്ട് തുടങ്ങുകയാണല്ലേ. അപ്പോൾ അവൻ ജ്യേഷ്ഠനോടുള്ള നീരസവും അസൂയയും ഒക്കെ അങ്ങനെ വളർത്താനായിട്ട് തുടങ്ങുകയാണ്. ആ നിധി പിടിച്ചെടുക്കാനുള്ള അടങ്ങാത്ത അത്യാഗ്രഹവും ആ വികാരമൊക്കെ അവന് ഇങ്ങനെ വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ നിധി പുറത്തെടുക്കാനുള്ള അവൻ്റെ തീവ്ര ശ്രമം രാത്രിയും പഴയ മാളികയിലേക്ക് ഒളിച്ചു കടക്കാനുള്ള അവനെ ഇങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ നമ്മുടെ നായകൻ ഒരു ദിവസം അമ്മയോടൊരു ചോദ്യം ചോദിക്കുകയാണ്. അമ്മേ, ഇത്രയും കാലം നമ്മുടെ പട്ടണത്തെ വേട്ടയാടിയിരുന്ന ശാപത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ അമ്മ ഒരു രഹസ്യം വെളിപ്പെടുത്താനായിട്ട് തുടങ്ങുകയാണ്. ഇതിനെല്ലാം മൂലകാരണം അവരുടെ പൂർവികരുടെ പാപങ്ങളിൽ ശപിക്കപ്പെട്ട ഒരു നിധിയുടെ കഥയാണെന്ന് അവർ പറയുകയാണ്. ഇളയ സഹോദരൻ കൊതിക്കുന്ന നിധി അതാണ് കേട്ടോ, ശാപമാണെന്ന് പറയുന്നുണ്ട്. മുത്തച്ഛൻ വളരെ കാലം മുമ്പ് മനസ്സിലാക്കിയിരുന്നതും അതായിരുന്നു. അങ്ങനെ അവർ അമ്മ പറയുകയാണ്, മുത്തച്ഛൻ്റെ സ്വന്തം ജ്യേഷ്ഠന്മാരെല്ലാം എങ്ങനെ മാറിയെന്ന് അയാൾ നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആഡംബരപൂർണ്ണമായ ജീവിതശൈലിയോടുള്ള ആർത്തി, അത്യാഗ്രഹമൊക്കെ കാരണം അവരുടെ നാട് മൊത്തം നശിക്കാനായിട്ട് ഒരു ശാപം അവരെ വന്ന് പിടിക്കുകയാണ്. അങ്ങനെ അവൻ്റെ മുത്തച്ഛനും പിന്നെ അവിടെ ഉണ്ടായിരുന്ന നേതാക്കളൊക്കെ ശപിക്കപ്പെട്ട ആ നിധി ഒരു പഴയ മാളികയിൽ ഒളിപ്പിച്ചു വെക്കുകയാണ്. ഇവരിതൊക്കെ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് തന്നെ ആ ഇളയ സഹോദരൻ ഉണ്ടല്ലോ, അവൻ ആ മാളികയിൽ നിധി കുഴിച്ചെടുക്കാനുള്ള പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം ഒരു പോരാട്ടത്തിന് ശേഷം അവൻ ആ നിധി കണ്ടെത്തുകയാണ്. എല്ലായിടത്തും സ്വർണ്ണമായിരുന്നു. അതൊരു വലിയ ശേഖരം തന്നെയായിരുന്നു. അത് കണ്ട നിമിഷം തന്നെ അവൻ്റെ കണ്ണുകൾ അങ്ങനെ തിളങ്ങുകയാണ്. സമ്പത്തിൻ്റെ ഇടയിൽ ഒരു സ്വർണ്ണ കിരീടം അവൻ കാണുകയാണ്. അവനൊന്നും ആലോചിച്ചില്ല, ആ കിരീടം എടുത്ത് അവൻ്റെ തലയിൽ അങ്ങോട്ട് വെക്കുകയാണ്. ആ കിരീടം അവൻ്റെ തലയിൽ വെച്ച ആ ക്ഷണം തന്നെ അവൻ ആ ശാപം ഏൽക്കാനായിട്ട് തുടങ്ങിയാണ്. അപ്പം അവൻ്റെ ശരീരത്തിലേക്ക് എന്തോ ഒന്ന് തുളച്ചു കയറുന്നതായിട്ട് അവന് തോന്നുന്നുണ്ട്. അവൻ്റെ കണ്ണുകൾ പിന്നന്മാരുടെയൊക്കെ ഒരു കണ്ണിൽ തിളങ്ങുന്ന രീതിയിൽ അതായി മാറാനായിട്ട് തുടങ്ങിയാണ്. നമ്മുടെ നായകനാണെങ്കിൽ ഗ്രാമവാസികളെ സഹായിക്കുന്നതിൽ ആചാര്യം നിർദ്ദേശിച്ച ആചാരങ്ങളും പരിഹാരങ്ങളും ഒക്കെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുടുംബത്തെയും ഗ്രാമത്തെയും ശാപത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും ആരും അറിയാതെ ഇളയ സഹോദരനെ ശപിക്കപ്പെട്ട നിധിയൊക്കെ ഉപയോഗിക്കാനായിട്ട് തുടങ്ങിയാണ്. പിന്നീട് ഈ മഹാരാജ് ആശുപത്രിയിൽ മുമ്പ് സൗജന്യമായിട്ടായിരുന്നല്ലോ ചികിത്സയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അതെല്ലാം മാറ്റാനായിട്ട് ആ ഇളയ സഹോദരന് ഉത്തരവിടുകയാണ്. എല്ലാവരുടെയും കയ്യിൽ നിന്ന് ക്യാഷ് മേടിച്ചിട്ട് മാത്രം ചെയ്താൽ മതി എന്ന് പറയാണ്. അവൻ്റെ ഈ ക്രൂരത കണ്ട് ഭയന്ന അവിടെ ഉണ്ടായിരുന്ന ആളുകളും രോഗികളും എല്ലാം പിന്നെ പൈസ കൊടുക്കാനായിട്ട് വരികയാണ്. ഇതൊന്നും ആ ജ്യേഷ്ഠ സഹോദരൻ അറിയുന്നില്ല കേട്ടോ. കാരണം ഇവനെ പേടിച്ചിട്ട് ആരും അയാളോട് പറയാനായിട്ടും ഇടവരുന്നില്ല. ഇനി ഇവിടെ സൗജന്യ ചികിത്സയില്ലെന്ന് പിന്നെ അവൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും പൈസ കൊടുത്തിട്ടാണ് അവിടെ ചികിത്സ ഉണ്ടാവുക. അങ്ങനെ ഒരു ദരിദ്രനായ പിതാവ് ഒരു കുട്ടിയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വരികയാണ്. എന്നാൽ ഇളയ സഹോദരൻ അയാളെ ഉള്ളിലേക്ക് കയറ്റുന്നില്ല. പൈസ ഉണ്ടെങ്കിൽ മാത്രം അവിടേക്ക് വരാനായിട്ട് പറയുന്നുണ്ട്, ഇല്ലെങ്കിൽ പുറത്ത് കടക്കാനായിട്ടും പറയുന്നുണ്ട്. അയാൾ കിടന്നാണെങ്കിൽ യാചിക്കുന്നുണ്ട്, പക്ഷേ ഇവൻ ഉള്ളിലേക്ക് അവരെ കയറ്റുന്നില്ല. ഇതൊന്നും ആ മൂത്ത സഹോദരൻ അറിയുന്നില്ലായിരുന്നു കേട്ടോ. എന്നാൽ ആശുപത്രി ജീവനക്കാർക്കോ നാട്ടുകാർക്കോ ഒന്നും തന്നെ നമ്മുടെ നായകനോട് ഈ സത്യം പറയാനായിട്ടുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. അവരത് മറച്ചു വയ്ക്കുകയാണ്. പക്ഷേ ഒടുവിൽ സത്യം എന്തായാലും പുറത്തു വരുമല്ലോ. ഒരു ദിവസം ആശുപത്രി സന്ദർശിപ്പിച്ചപ്പോൾ ഡോക്ടർ ഒരു രോഗിയിൽ നിന്ന് പണം വാങ്ങുന്നതായിട്ട് അവൻ കാണാനായിട്ട് ഇടവരികയാണ്. ഉടൻ തന്നെ നമ്മുടെ നായകന് ആ ഡോക്ടറെ നേരിട്ട് വിളിക്കുകയാണ്. നേരിട്ട് വിളിച്ചിട്ട് കാര്യം ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, ഞാൻ വാങ്ങിച്ചിട്ടില്ല. കാരണം ഈ ഇളയ സഹോദരനെ അയാൾക്ക് പേടിയാണ്. അതുകൊണ്ട് തന്നെയാണ്. നാട്ടുകാരും ആരും തന്നെ മിണ്ടുന്നില്ല. അപ്പം നായകൻ ഇങ്ങനെ ചുറ്റും നോക്കുകയാണ്. പക്ഷെ ആരും സംസാരിക്കാനായിട്ട് ധൈര്യപ്പെടുന്നില്ല. കാരണം ആ ഇളയ സഹോദരൻ മുകളിലുള്ള ബാൽക്കണിയിൽ നിശബ്ദമായി നിന്ന് എല്ലാവരെയും നോക്കി ഭയപ്പെടുത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ സാഹചര്യം നായകന് മനസ്സിലാവുകയാണ്. ഇവനാണ് ഇതിന് പിന്നിൽ നിന്ന് അയാൾക്ക് കാര്യം മനസ്സിലായി. ഇതിനിടെ നായകൻ പെട്ടെന്നൊരു പെൺകുട്ടിയുടെ മധുരമുള്ള സൗണ്ട് കേൾക്കുകയാണ്. ശബ്ദത്തെ തുടർന്ന് അയാൾ തിരിഞ്ഞു നോക്കിയപ്പോൾ അക്ഷത അവിടെ നിൽക്കുന്നതായിട്ട് കാണുകയാണ്. ഒരു വാക്കുപോലും പറയാതെ അവൾ അവനെ അടുത്തുള്ള ആൽമരത്തിലേക്ക് കൊണ്ടുപോവുകയാണ്.
അവിടെ ഒരു പച്ച ഔഷധ സസ്യം പോലുള്ള ചെടി മരത്തിൽ നിന്ന് തിളങ്ങുന്നതായിട്ട് കാണുകയാണ്. നായകൻ ഉടൻ തന്നെ അതിൻ്റെ മുകളിലേക്ക് കയറി ആ ചെടി പറിച്ചെടുക്കുകയാണ്. നായകൻ ആ കുഞ്ഞിൻ്റെ പിതാവിനോട് പറയുകയാണ് ഈ മരുന്നരച്ച് ആ കുഞ്ഞിന് കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ അയാൾ ആ മരുന്നരച്ചിട്ട് ആ കുഞ്ഞിന് കൊടുക്കുകയാണ്. പെട്ടെന്ന് തന്നെ അതിൻ്റെ അസുഖം മാറുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ അത്ഭുതം കണ്ടിട്ട് എല്ലാവരും, ആ ഗ്രാമവാസികളെല്ലാം കണ്ടിട്ടല്ല ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ ഇവരെല്ലാവരും ഇത് വിശ്വസിക്കാനായിട്ട് തുടങ്ങുകയാണ്. അങ്ങനെ ആൽമരത്തിൽ എന്തോ ദിവ്യശക്തി ഉണ്ടെന്നും പറഞ്ഞ് അവരതിനെ പൂജിക്കാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ഒരു കാലത്ത് ആൽമരത്തെ ചുറ്റിപ്പറ്റിയിരുന്ന ആ പേടിയൊക്കെ ഉണ്ടായിരുന്നല്ലോ, അത് മാറാനായിട്ട് തുടങ്ങുന്നുണ്ട്. അങ്ങനെ മരം കാണുന്ന മാത്രമേ തന്നെ ഓടി ഒളിച്ചിരുന്ന ആളുകളൊക്കെ ഇപ്പോൾ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. ഇളയ സഹോദരനാണെങ്കിൽ ഇത് തീർത്തും വളരെ വെറുപ്പായാണ് ഉണ്ടാക്കുന്നത്. അവനാകെ പ്രകോപിതനായി പ്രാർത്ഥനയും ഭക്തിഗാനങ്ങളും ഒക്കെ കുറച്ച് കൂടുതലായിട്ട് അവിടെ വരികയാണ്. അവൻ അവിടെ ഉണ്ടായിരുന്ന ആളുകളെയൊക്കെ ഇതൊന്ന് ഓടിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വീടിൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്ന നാരങ്ങയും മുളകും കൊണ്ടൊക്കെ ഒരു കവചം അവിടെ തീർത്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം പൊട്ടിച്ച് കളയാണ്. ഈ ക്ഷണം തന്നെ ആ ദക്ഷതയുടെ ആത്മാവ് ആ വീടിനുള്ളിലേക്കും പ്രവേശിക്കാനായിട്ട് തുടങ്ങുകയാണ്. അങ്ങനെ ഒരു ദിവസം നമ്മുടെ നായകൻ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ പിന്നെയും ഡോക്ടർ പൈസ മേടിക്കുന്നതായിട്ട് കാണുകയാണ്. അപ്പോൾ ഈ മേടിച്ച പൈസയൊക്കെ തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അവനത് കൊടുക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ആ ഇളയ സഹോദരൻ വന്നിട്ട് അവൻ്റെ കയ്യിൽ കയറി പിടിച്ചിട്ട്, എന്താണ് ഇത്ര ധൃതി പൈസ കൊടുക്കുന്നത്? ഇത് ഞാൻ പറഞ്ഞിട്ടാണ് പൈസ മേടിക്കുന്നത്, ഇതൊന്നും തിരിച്ചു കൊടുക്കാനായിട്ട് പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവിടെ വെച്ചിട്ട് ഒരു വാക്ക് തർക്കം ഉണ്ടാവുകയൊക്കെ ചെയ്യുകയാണ്. അച്ഛൻ നമുക്ക് വേണ്ടി മാത്രമല്ല ഈ ആശുപത്രി പണിതത്, പട്ടണത്തിന് വേണ്ടിയാണ് എന്ന് പണിയെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ആ സഹോദരൻ്റെ മുഖത്ത് ഒരു ബഹുമാനം പോലും ഇല്ലാതെ, എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ ഈ ചെയ്ത തെറ്റെല്ലാം തിരുത്താൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് അവരെ അവിടെ നിന്ന് ഇറക്കി വിടാനായിട്ട് ശ്രമിക്കുകയാണ്. നീ നിൻ്റെ ശക്തി എനിക്കെതിരെ പ്രയോഗിക്കാൻ ശ്രമിക്കുകയാണെന്ന് അയാൾ പരിഹസിച്ച് അവനോട് ചോദിക്കുകയാണ്. അപ്പോൾ നായകൻ്റെ കോളറിൽ പിടിച്ച് പുറത്തേക്ക് അവനെ വലിച്ചെടുക്കുകയാണ്. അവരുടെ അമ്മ ആ രംഗം കണ്ട് പേടിച്ച് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾ വിളിച്ച് പറഞ്ഞു, നീ എന്താണ് ഈ ചെയ്യുന്നത്? വിട്, നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നിനക്ക് എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ അവനോട് ചോദിക്കുന്നുണ്ട്. അവൻ്റെ ദേഷ്യം ഇതൊക്കെ പഴയ പോലെ ആയിരുന്നല്ലോ കേട്ടോ. അവ ആളാകെ മാറിയിട്ടുണ്ടായിരുന്നു. അവൻ്റെ ശരീരത്തിൽ കലി പ്രവേശിച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ സ്വഭാവമൊക്കെ കണ്ടിട്ട് ഇവരാകെ ഞെട്ടിത്തെറിച്ചിങ്ങനെ ഇരിക്കുക. അങ്ങനെ രാത്രിയിലെ ഒരു രംഗം നമ്മളെ കാണിക്കുകയാണ്. ഇളയ സഹോദരൻ മറ്റൊരു ഹീനമായ പ്രവൃത്തി ചെയ്യുകയാണ്. അപ്പോൾ നായകൻ ഗ്രാമവാസികൾക്കായി കരുതി വെച്ചിരുന്ന വലിയ ധാന്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതിൽ നിന്നാണല്ലോ അവർക്കെല്ലാം എടുത്ത് കൊടുത്തുകൊണ്ടിരുന്നത്. അവിടേക്ക് ഇളയ സഹോദരൻ വന്നിട്ട് തീയിട്ട് കത്തിച്ച് കളയുകയാണ്. അപ്പം ഈ സമയത്ത് അവിടെ ആരുമില്ല. നമ്മുടെ ഹീറോ ആണെങ്കിൽ ആത്മീയ ആചാരങ്ങളിലൊക്കെ മുഴുകിയിരിക്കുകയാണ്. അപ്പോൾ ഇവനിത് കത്തിച്ച് കഴിയുന്നത് ആരും കാണുന്നുമില്ല. അപ്പോൾ ഇത് രാവിലെയാണ് നമ്മളുടെ ഹീറോ ഇതൊക്കെ അറിയുന്നത്. അപ്പം എല്ലാം കത്തി പോയിട്ടുണ്ടായിരുന്നു. അവൻ അവിടെ വന്നിട്ട് നോക്കുന്ന സമയത്ത് ഈ ഇളയ സഹോദരനാണ് ഇത് ചെയ്തതെന്നൊരു സംശയം അവനെ ഉണ്ടായിരുന്നു. അങ്ങനെ അവൻ അവിടേക്ക് നോക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ നിന്ന് അവനൊരു സ്വർണ്ണവള, ഒരു ബ്രേസ്ലെറ്റ് പോലുള്ളൊരു സാധനം അവൻ കാണാൻ ഇടവരികയാണ്. അതോടുകൂടി അവന് ഉറപ്പായി ഇത് ചെയ്തിരിക്കുന്നത് ആ ഇളയവനാണ് എന്നുള്ളത്. അപ്പോൾ ഇവൻ്റെ ഈ പ്രവൃത്തിയിൽ ഇനി അനുഭവിക്കാൻ പോകുന്നത് ആ നാട്ടുകാരെല്ലാവരും കൂടിയാണ്. കാരണം ഈ ധാന്യങ്ങളൊക്കെ ഈ നാട്ടുകാർക്ക് കഴിക്കേണ്ടതാണ്. ഇപ്പോൾ ഇനി എല്ലാവരും പട്ടിണിയിലാവാൻ പോവുകയാണ്. അപ്പോൾ ഈ ഇളയ സഹോദരൻ്റെ വൈഫുണ്ടായിരുന്നല്ലോ, അവരുടെ കയ്യിൽ വിചിത്രമായ ഒരു അണുബാധയ്ക്ക് കാരണമാവുകയാണ്. അത് ഒരു സാധാരണ അണുബാധയൊന്നുമല്ല, ആ ശാപത്തിൻ്റെ ഒരു പ്രകടനമാണ്. കാരണം എന്ന് വെച്ചാൽ ഈ ശപിക്കപ്പെട്ട നിധിയിൽ നിന്ന് ഒരു സ്വർണ്ണമോതിരം എടുത്തിട്ട് ആ രുക്മിണിക്ക് ഇവൻ കൊടുക്കുന്നുണ്ട്, അവൻ്റെ സ്നേഹമാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതവൾ ധരിച്ചതിന് ശേഷമാണ് അവൾക്കിത് ഉണ്ടാവാനായിട്ട് തുടങ്ങുന്നത്. അവൾ ആ ആൽമരത്തിന് മുന്നിൽ നിന്ന് പ്രാർത്ഥനയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് ഇവൻ വന്നിട്ട് കോപത്തോടെ അത് വലിച്ചെറിയുകയും അവളെ അവിടെ വെച്ച് തടയാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് വന്നിട്ട് അവൻ്റെ അമ്മ വന്നിട്ട് പറയുന്നുണ്ട്, നീ എന്താണ് ഇവിടെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയുമായിട്ട് വഴക്കാവുകയാണ്. അപ്പോൾ ആ പുണ്യവർഷത്തിന് മുന്നിൽ ഒരു ഹീനകൃത്യം ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്ത് നായകനും അവിടേക്ക് വരികയാണ്. അപ്പോൾ അവനെ തടയാൻ ശ്രമിക്കുന്നുണ്ട്. സഹോദരൻ, നിനക്ക് ഭ്രാന്താണോ? നീ കാരണം ഈ കുടുംബം മുഴുവൻ നശിക്കപ്പെടുകയാണ്, നീയല്ലേ അതിന് തീ വെച്ചെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവ അല്ലെന്ന് പറയുന്ന സമയത്ത് ഈ ബ്രേസ്ലെറ്റ് നിൻ്റെ അല്ലേ, നീ ആ ശപിക്കപ്പെട്ട നിധി എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും അവിടെ വെച്ചൊരു വഴക്കുണ്ടാക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ഹീറോയെ പിടിച്ച് അവൻ തെള്ളുന്നുണ്ട്. ഈ സമയത്ത് രുക്മിണി പുറകിലുണ്ടായിരുന്നു. രുക്മിണിയുടെ മുകളിലേക്കാണ് നമ്മുടെ ഹീറോ പോയി വീഴുന്നത്. അപ്പോൾ നമ്മുടെ ഹീറോ ഇത് കൂടാകുമ്പോൾ അവന് പിന്നെയും ദേഷ്യം വരികയാണ്. അവൻ എഴുന്നേറ്റ് ഈ സഹോദരനുമായിട്ട് വഴക്കിടാനായിട്ട് തുടങ്ങുകയാണ്. ഇവർ രണ്ടുപേരും ഇവിടെ വഴക്കിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ വീണ് കിടക്കുന്ന രുക്മിണിയും കൊണ്ട് അവരുടെ അമ്മ ഹോസ്പിറ്റലിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ നായകൻ വലിയ ശക്തനല്ലല്ലോ, അവൻ്റെ ദേഹത്ത് ഇപ്പോൾ ഒരു കലിയുടെ അവതാരമുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ നായകനെ അവിടെ ഇടിച്ചിട്ടതിന് ശേഷം അവൻ അവിടെ നിന്ന് പോകുന്നു. പിന്നീട് നമ്മുടെ നായകൻ ആ ഹോസ്പിറ്റലിൽ എത്തുമ്പം രുക്മിണിയെ കാണുന്നുണ്ട്. അവിടെ എത്തിയപ്പോൾ രുക്മിണിയുടെ അവസ്ഥയെക്കുറിച്ചും ഒന്നാമതായി അവളുടെ ഗർഭപാത്രത്തിൽ കുഞ്ഞ് സുരക്ഷിതമാണോ എന്നും അദ്ദേഹം ഉത്കണ്ഠയോടെ ചോദിക്കുകയാണ്.
രുക്മിണിയോ കുഞ്ഞോ ഉടനടി അപകടത്തിലല്ലെങ്കിലും ഡോക്ടർമാർക്ക് പോലും അവളുടെ കയ്യിലെ ദുരൂഹമായ അണുബാധ എന്താണെന്ന് കണ്ടെത്താനായിട്ട് കഴിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നായകന് ആകെ ടെൻഷനാവുകയാണ്. അപ്പോൾ ഇതിന് എന്തെങ്കിലുമൊക്കെ പരിഹാരം വേണമല്ലോ എന്ന് പറഞ്ഞിട്ട് ആ പേടിച്ചിട്ട് ആചാര്യൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ അയാൾ നിർദ്ദേശിക്കുന്ന പ്രകാരം ഈ ശാപം നീക്കേണ്ടതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തെ കാണാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ ആചാര്യൻ ഒരു രഹസ്യം കൂടെ അവനോട് പറയും. ഇതെല്ലാം കലിയുടെ പ്രകാരമാണെന്നും, കാരണം മനുഷ്യരുടെ ഉള്ളിലാണ് കലി ഇപ്പോൾ താമസിക്കുന്നതെന്നൊക്കെ ആ ആചാര്യൻ പറയുന്നുണ്ട്. മാത്രമല്ല തവയും ഇപ്പോൾ അവിടെയാണ് താമസിക്കുന്നത് പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ നായകൻ ഞെട്ടിപ്പോവുകയാണ്. എന്താണെന്നൊക്കെ അവൻ ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് വേറൊരു കാര്യം കൂടെ പറയുന്നുള്ളത്. ഇതിനെല്ലാം ഉത്തരവാദി മറ്റാരുമല്ല, അത് നിൻ്റെ സ്വന്തം മുത്തച്ഛനാണെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് നായകനാകെ അനങ്ങാതെ നിന്ന് പോവുകയാണ്. ഈ ശാപത്തിൻ്റെ മൂലകാരണം ആരായിരുന്നു? അപ്പോൾ നിൻ്റെ മുത്തച്ഛനാണെന്ന് പറയുന്നുണ്ട്. ഗ്രാമവാസികളിൽ നിന്ന് ഭൂമി തട്ടിയെടുക്കുകയും ദരിദ്രരെയൊക്കെ പീഡിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്ന ക്രൂരനായ ആളായിരുന്നു അവനെന്ന് പറയുന്നത്. അയാൾക്ക് സ്ത്രീകളോട് ഒരു ബഹുമാനമില്ലായിരുന്നു. അവരെ എല്ലാം ദുരുപയോഗം ചെയ്ത് സ്വന്തം ആവശ്യങ്ങൾക്കായിട്ട് പണങ്ങളെല്ലാം തട്ടിയെടുക്കുമായിരുന്നു. ക്ഷേത്രത്തിൻ്റെ സ്വർണം പോലും അയാൾ മോഷ്ടിക്കാനായിട്ട് അന്ന് തയ്യാറായിരുന്നു. ചുരുക്കത്തിൽ അയാളൊരു മനുഷ്യനായിരുന്നില്ല, ഒരു പൈശാചിക സ്വഭാവമുള്ള ഒരാളായിരുന്നു. അങ്ങനെ ഇരിക്കെ ദക്ഷത ലാൽ എന്ന് പറയുന്ന ഒരു കുടുംബത്തിലാണ് ജനിച്ചിരുന്നത്. അവളുടെ ജനനത്തിന് ശേഷം ആ കുടുംബത്തിൽ ദാരിദ്ര്യവും പ്രശ്നങ്ങളും കഷ്ടപ്പാടുകളും വഴക്കും ഒക്കെ എപ്പോഴും ഉണ്ടായിരുന്നു. ഒരു തരത്തിലുള്ള സമാധാനം അവർക്കുണ്ടായിരുന്നില്ല. നിരന്തരമായ കലഹങ്ങൾ അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നരകതുല്യ ഒരു ജീവിതമായിരുന്നു അവർക്ക്. അങ്ങനെ കാര്യങ്ങളെല്ലാം ശരിയാക്കാനുള്ള ശ്രമത്തിൽ അവർ ഒരു പുണ്യപുരുഷനെ പോയി കാണുകയായിരുന്നു. മറ്റാരുമല്ല, നമ്മളുടെ ഇപ്പം ഉള്ള ആചാര്യമില്ല, അയാളുടെ മുത്തശ്ശനായിട്ട് വരും. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഇതിൻ്റെ ഒരു പരിഹാരം എന്ന് പറയുന്നത് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഇവളുടെ ജാതകപ്രകാരം ഇവൾ ജനിച്ചിരിക്കുന്നൊരു സമയത്തിൻ്റെയാണ് ഈ പ്രശ്നമെന്ന് പറയുന്നത്. അപ്പോൾ ഇനി നിങ്ങളൊരു കറക്റ്റ് സമയത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലക്ഷ്മി ദേവിയുടെ വരദാനമുള്ള ഒരു പെൺകുട്ടിയെ കൂടെ ജനിക്കും ആ വീട്ടിൽ. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകില്ല എന്ന് പറയുന്നുണ്ട്. ഇതാണ് ഇതിലൊരു പരിഹാരം, വേറെ ഒരു പരിഹാരവുമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടതോടുകൂടി അവരങ്ങനെ ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ അങ്ങോട്ട് തുടങ്ങിയാണ്. അങ്ങനെ മറ്റൊരു പെൺകുട്ടി കൂടി അവിടെ ജനിക്കുകയാണ്. അവൾക്ക് അക്ഷത എന്ന് പേരിടുകയാണ്. ആദ്യ രംഗത്ത് നമ്മൾ കണ്ടില്ലേ, അതേ കുട്ടി തന്നെയാണ്. അവളുടെ ആ ജനനം അവരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുകയാണ്. ഭാഗ്യം അവരുടെ വാതിൽ മുട്ടാൻ തുടങ്ങി. ഒരു രാത്രി അവൻ അവരുടെ വീടിനടുത്ത് കുഴിക്കുകയായിരുന്നു. അപ്പോഴതിൽ നിന്ന് എന്തോ ഒരു പെട്ടി തടഞ്ഞിട്ട് അവൻ നോക്കുന്ന സമയത്ത് അതിൽ നിറച്ച സ്വർണ്ണമായിരുന്നു. ഒരു നിധിശേഖരം അങ്ങനെ അയാൾ കണ്ടെത്തുകയാണ്. ആ നിമിഷം തന്നെ അവൻ്റെ ജീവിതം എന്നേക്കുമായി മാറ്റിമറിക്കുകയാണ്. പക്ഷേ ഒരു ചൊല്ലുണ്ടല്ലേ, അമിതമായി അമൃതമായാലും അമൃതം കഴിച്ചു കഴിഞ്ഞാൽ അത് വിഷമായിട്ട് മാറുന്നു. അങ്ങനെ അവരുടെ ആവശ്യങ്ങൾക്കപ്പുറം സമ്പത്ത് അവന് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ അവൻ്റെ മാനസികാവസ്ഥ ആകെ മാറാനായിട്ട് തുടങ്ങുകയാണ്. തുടക്കത്തിൽ സ്വർണം മാന്യമായ ആവശ്യങ്ങൾക്കായിട്ടൊക്കെ അവ ഉപയോഗിച്ചു. എന്നാൽ പിന്നീട് അവനാണെങ്കിൽ ചൂതാട്ടത്തിനും ഒക്കെ ആയിട്ട് ആ പണം ചിലവഴിക്കുകയാണ്. പക്ഷേ അവൻ ആ ലക്ഷ്മി ദേവിയുടെ ഒരു വരദാനം ഉണ്ടായതുകൊണ്ട് തന്നെ അവൻ ഈ ചൂതാട്ടമൊക്കെ കളിക്കുന്നില്ലേ, അതിലൊക്കെ അവൻ ജയിക്കാനായിട്ട് ഇടവരികയാണ്. അങ്ങനെ അത് കുറേ ക്യാഷ് അവൻ സമ്പാദിക്കുന്നു. പക്ഷേ എത്രയും അവൻ സമ്പാദിച്ചിട്ടും അവനതങ്ങോട്ടും മതിയാവുന്നില്ലായിരുന്നു. പിന്നെയും അവനത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഒരു സമയത്ത് ഈ ഒരു വാർത്തയെന്ന് പറയുന്നത് നമ്മുടെ ഇവൻ്റെ മുത്തച്ഛനുണ്ടായിരുന്നല്ലോ ക്രൂരനായ, അയാളുടെ ചെവിയിലെത്തുകയാണ്. അങ്ങനെ അയാൾ കുറേ ആളുകളും കൂട്ടി ഇവൻ്റെ വീട്ടിൽ വന്നിട്ട് ആ സ്വർണ്ണം മൊത്തം അടിച്ചു മാറ്റുകയാണ്. അതുമാത്രമല്ല ഇവരെയെല്ലാം ഉപദ്രവിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ വീടിന് തീയിടുകയും ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ അക്ഷതയില്ലേ, അവൾ ആ വീട്ടിൽ നിന്ന് എങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് ഓടിപ്പോയി നോക്കുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് ഇളയ കുട്ടി ദക്ഷതയാണെങ്കിൽ ഇവൻ പിടിച്ചുകൊണ്ട് പോയിട്ട് ജീവനോടെ കുഴിച്ചിടുകയാണ്. ഇത് ദൂരെയൊന്നും മറ്റേ പെൺകുട്ടി കാണുന്നുണ്ട്. അവൾക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവൾ ഓടി വന്നിട്ട് കൈകൊണ്ടൊക്കെ ആ ചെയ്ത മറ്റേ മണ്ണ് മാറ്റിയെടുക്കാനായിട്ടൊക്കെ നോക്കുന്നുണ്ട്. ഈ സമയം അവനവിടെ നിന്ന് ചിരിക്കുകയാണ്. ഈ പെൺകുട്ടി ഇത് കണ്ടിട്ട് അവൻ്റെ അടുത്തേക്ക് ഓടി അവനെ അടിക്കാൻ ചെല്ലുന്ന സമയത്ത് ഒരു കൈകൊണ്ട് തന്നെ കഴുത്ത് ഞെരിച്ച് കുട്ടിയെ കൊല്ലുകയാണ്. എന്നിട്ട് ആ ആൽമരത്തിൽ അവളെ കെട്ടി തൂക്കിയിടുകയാണ്. ഇതാണ് നമ്മളെ തുടക്കത്തിൽ കാണിച്ച സീൻ കേട്ടോ. ഇവിടെ നിന്ന് തുടങ്ങിയ ഈ ശാപം ആ ഗ്രാമത്തിലെ എല്ലാ ആളുകളെയും തലമുറകളായി വേട്ടയാടാനായിട്ട് തുടങ്ങുകയാണ്. അദ്ദേഹം ഈ കഥ പറഞ്ഞു തീർത്തു. അപ്പോഴാണ് നമ്മുടെ നായകൻ തൻ്റെ അച്ഛൻ ഈ സമ്പത്തിൽ നിന്ന് ഒരു രൂപ പോലും കുടുംബത്തിന് വേണ്ടിയിട്ട് ചിലവഴിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല എന്നുള്ള കാരണം അവന് മനസ്സിലായത്. അവർ സമ്പാദിച്ച പണമല്ലായിരുന്നു, മറ്റുള്ളവരുടെ കണ്ണീരിന്മേൽ കിട്ടിയ പണമായിരുന്നു. അതുകൊണ്ടാണ് നാടിന് വേണ്ടിയിട്ട് ആ പൈസ അയാൾ ചിലവാക്കിയത്. പാപത്താൽ കളങ്കപ്പെട്ട അത്തരം വസ്തുക്കളിലാണ് കലിയുടെ ഏറ്റവും ശക്തിയായ രൂപം വസിക്കുന്നത്. ഇതേസമയം ഗ്രാമവാസികൾ അതേ പുണ്യവർഷത്തിന് മുന്നിലായിട്ട് ആചാരങ്ങളൊക്കെ നടത്തുകയാണ്. ഇത് കണ്ട ഇളയ സഹോദരൻ ദേഷ്യം വരികയാണ്. ഇന്ന് ഞാൻ ഈ മരം വെട്ടാൻ പോകുന്നതെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് അയാൾ
ആ ഒരു മഴു പിടിക്കാൻ ഓടിച്ചെന്ന് മരത്തിൽ വെട്ടാൻ തുടങ്ങി. എന്നാൽ ഒരു വിചിത്രമായ കാര്യം അവിടെ വെച്ച് സംഭവിക്കുകയാണ്. അവനൊരു തവണ ആ മരത്തിൽ കോടാലി കൊണ്ട് അടിക്കുന്ന സമയത്ത് രുക്മിണിയുടെ ശരീരത്തിൽ ഒരു പ്രഹരം ഏൽക്കുന്നത്. അവൾ വേദന കൊണ്ട് നിലവിളിക്കുകയാണ്. അങ്ങനെ അവനതിൽ മുറിക്കാനായിട്ട് തുടങ്ങിയാണ്. മുറിച്ച് ആ മരം അവിടെ നിന്ന് തകർന്ന് വീഴുകയാണ്. അടുത്ത നിമിഷം തന്നെ നമ്മുടെ പാപം രുക്മിണി ഉണ്ടല്ലോ, അവരവിടെ വെച്ച് മരിച്ചു വീഴുകയാണ്. ഇതിൻ്റെ എല്ലാം ദുരന്തം ഒന്ന് സങ്കല്പിക്കുക. അവരെന്ത് പാപമാണ് ചെയ്തതെന്ന് ഒരാൾക്ക് പോലും ചിന്തിക്കാൻ പോലും കഴിയില്ല. ഈ വാർത്ത കേട്ടപ്പോൾ അവളുടെ അമ്മ ഞെട്ടിൽ നിന്ന് ബോധം പോയിട്ട് അവിടെ വീഴുകയാണ്. കാര്യങ്ങൾ കൂടുതൽ വഷളാകാനായിട്ട് തുടങ്ങി. അവളുടെ കുഞ്ഞ് മരിച്ച നിലയിലാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. ആ കുഞ്ഞിൻ്റെ ശരീരത്തിൽ നിന്നും എന്തോ ഒരു നിഗൂഢമായ രോഗം ആശുപത്രി മുഴുവൻ പടരാനായിട്ട് തുടങ്ങുകയാണ്. അതേസമയം ഇതൊന്നും അറിയാതെ നായകൻ വീട്ടിലേക്ക് ഓടി വരികയാണ്. ആ വെട്ടി മുറിഞ്ഞു കിടക്കുന്ന ആൽമരം കണ്ടിട്ട് അവൻ പേടിച്ചു പോകുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ ആശുപത്രിയിൽ നിന്ന് ഒരു നിഗൂഢ രോഗം അവിടെ മൊത്തം പടരുകയാണ്. അപ്പോൾ രുക്മിണിയുടെ കുഞ്ഞിൻ്റെ മരണവാർത്ത കേട്ടതോടെ നായകൻ്റെ അമ്മയ്ക്ക് അനങ്ങാൻ പറ്റാത്ത രീതിയിൽ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. നമ്മുടെ നായകനെ ഹോസ്പിറ്റലിലെത്തുമ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യണമെന്നറിയാതെ അവനാകെ വിഷമിച്ച് അങ്ങനെ നിൽക്കുകയാണ്. അവസാനം അവനൊരു കാര്യം തീരുമാനിക്കുകയാണ്. അതായത് അക്ഷതയുടെ ജീവനോട് കുഴിച്ചിട്ട ഒരു സ്ഥലമുണ്ടല്ലോ, അവിടേക്ക് പോയിട്ട് ആ കുഴിക്കാനായിട്ട് അവൻ തുടങ്ങുകയാണ്. കുറച്ച് സമയത്തിന് ശേഷം അക്ഷതയുടെ അസ്ഥികൂടങ്ങളെ അവശിഷ്ടങ്ങൾക്കുള്ളിൽ നിന്ന് അവന് കിട്ടുകയാണ്. അവ ശേഖരിച്ച് ഭൈരവക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. ആചാര്യൻ നിർദ്ദേശിച്ച ആചാരത്തിൽ അക്ഷതയുടെ അവശിഷ്ടങ്ങൾ തീയിൽ കത്തിക്കുകയും അതുമൂലം ഉണ്ടാകുന്ന ചാരമെടുത്തിട്ട് അവിടെ ഉണ്ടായിരുന്ന ശിവലിംഗത്തിൽ അർപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ ആത്മാവിന് മോക്ഷം നൽകുകയും ദുഷ്ടാത്മാവിനെ ഗ്രാമത്തിൽ നിന്ന് പുറത്താക്കാനും സാധിക്കുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ നായകൻ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ അവശിഷ്ടങ്ങൾ ചാരമാക്കുന്നത് വരെ കാത്തിരിക്കണം. അതേസമയം ശിവലിംഗത്തിനായിട്ട് ഒരു പൂജ അവിടെ നടക്കുകയാണ്. അപ്പോൾ അവിടെ കുറേ അഘോരികളൊക്കെ ഉണ്ട്. അപ്പോൾ അവൻ അവിടെ ചെന്നിട്ട് അത് കത്തിക്കാനായിട്ട് തുടക്കുന്ന സമയത്ത് തന്നെ നമ്മളുടെ ഇളയ സഹോദരനല്ലേ, അവൻ വേറൊരു രൂപത്തിലായിട്ട് തന്നെ അവിടേക്ക് വരികയാണ്. അപ്പോൾ ഇത് തടയുക എന്നതാണ് അവൻ്റെ ലക്ഷ്യം. അപ്പോൾ അവൻ വരുമ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന അഘോരികളൊക്കെ അവനെ തടയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവൻ കലിയുടെ ഒരു അവതാരമായിട്ട് തന്നെ അവരെയെല്ലാം അവൻ എടുത്ത് കളയുകയാണ്. എന്നിട്ട് ഈ സമയത്ത് നമ്മളുടെ നായകൻ ഇത് കത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ, അവൻ പെട്ടെന്ന് ആ ചാരം അവിടെ നിന്നും എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴേക്കും നമ്മളുടെ ഇളയ സഹോദരൻ അവിടെ വന്നിട്ട് ഇവനെ ആക്രമിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ ഈ കുറച്ച് ചാരമൊക്കെ ഇവൻ്റെ കയ്യിലായിട്ടുണ്ടായിരുന്നു. ആ വാളുകൊണ്ട് വീശുന്ന സമയത്ത് ഇവൻ കൈ കൊണ്ട് തടയാനായിട്ട് ശ്രമിക്കുകയാണ്. പെട്ടെന്നാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. എന്താണെന്ന് വെച്ചാൽ ആ വാൾ അവൻ്റെ മുകളിലേക്ക് പ്രയോഗിക്കാനായിട്ട് സാധിക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ആ പുണ്യാത്മാവിന് ചാരം ഉണ്ടായിരുന്നല്ലോ, അത് അവൻ്റെ കയ്യിൽ പറ്റിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ ദുഷ്ടശക്തിയുടെ പ്രകാരം അവനെ ഏൽക്കാതിരുന്നത്. അപ്പോഴവിടെ ഉണ്ടായിരുന്ന മറ്റൊരു അഹോരിയുടെ സഹായത്തോടെ അവൻ ഇതെല്ലാം കൂടി ഒരു ചാരം ഒരുതിലേക്ക് കോരിയിടാനായിട്ട് ശ്രമിക്കുകയാണ്. ഈ സമയത്ത് ഇവൻ്റെ കാലിൽ ആക്രമിക്കാനായിട്ട് ഇളയ സഹോദരൻ തുടങ്ങുകയാണ്. അങ്ങനെ അവനെ ആക്രമിക്കുന്നതിനിടയിൽ പിന്നെ ആ വാൾ കൊണ്ട് വീശുകയാണ്. അപ്പോൾ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഭസ്മത്തിൻ്റെ മുകളിലാണ് ആ വെട്ടേൽക്കുന്നത്. അപ്പോൾ അതെല്ലാം കൂടെ പറന്നു പോയിട്ട് ആ ശിവലിംഗത്തിൻ്റെ മുകളിലേക്ക് പതിക്കുകയും ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് ഇവൻ പിന്നെ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു വലിയ കൈ വന്നിട്ട് ആ കലിയുടെ കയ്യിൽ കയറി പിടിക്കുകയാണ്. അപ്പം ഇതാരാണെന്ന് വെച്ചാൽ ആ ശിവലിംഗത്തിൽ നിന്ന് വന്ന ഭൈരവബാബയാണ്. അങ്ങനെ ഒരു കൈ കൊണ്ട് കലിയെ അങ്ങനെ ഉയർത്തിയിട്ട് നിലത്ത് ശക്തമായിട്ട് അടിക്കുകയാണ്. കാലിനടിയിൽ അങ്ങനെ തറച്ച് വെച്ചിട്ട് അടുത്ത നിമിഷം തൻ്റെ കയ്യിലുണ്ടായിരുന്ന തൃശൂലം ഉയർത്തിയിട്ട് ഒറ്റ കുത്താണ്. അങ്ങനെ ആ നിമിഷം തലമുറകളായ ഗ്രാമത്തെ വേട്ടയാടിക്കൊണ്ടിരുന്ന പൈശാചിക ശക്തിയുടെ ആ ഒരു ശാപം അവിടെ വെച്ച് ഇല്ലാതാവുകയാണ്. അപ്പോൾ ഒരു കറുത്ത നായ അവിടേക്ക് വരികയാണ്. സാധാരണ നായയല്ല, മറിച്ച് ഭൈരവബാബയുടെ ദിവ്യമായ ഒരു പട്ടിയാണത്. അങ്ങനെ ആ നാടിനെ നടുക്കിയിടുന്ന ആ വലിയൊരു ശാപം അവിടെ വെച്ച് മാറുന്നതോടുകൂടി ആശുപത്രിയിൽ കുറേ പേർക്ക് അസുഖമൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ, ആ അസുഖങ്ങളെല്ലാം അവിടെ വെച്ച് മാറുന്നുണ്ട്. പിന്നീട് ഒരു ശാന്തമായ അന്തരീക്ഷത്തിലേക്ക് ആ നാട് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ഈ മൂവി എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഇനി ചെയ്യേണ്ട മൂവീസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായിട്ട് ഇട്ടേക്കണേ.